ആട്ടം എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? സാഹചര്യത്തിനനുസരിച്ച് പല അർത്ഥങ്ങൾ പറയാൻ പറ്റും. ഒരു വേദിയും അവിടെ ഒരു ചിലങ്ക അണിഞ്ഞ വനിതയും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നൃത്തം എന്ന് പറയാം. കുറേ നടന്മാരാണെങ്കിൽ അതിനെ അഭിനയം എന്ന് പറയാം. കുറച്ച് വൃക്ഷത്തലപ്പുകളും ചെടികളുമൊക്കെ കാറ്റത്ത് ആടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനെ ആട്ടം എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉലച്ചിലാണ് നമ്മൾ ആട്ടം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ തീരുമാനമാകാതെ പല കാര്യങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു എന്ന് നമ്മൾ പറയും. അതുപോലെ ചാഞ്ചല്യം, സംശയം എന്നുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ അർത്ഥങ്ങളെല്ലാം ചേരുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായും അതൊരു ആട്ടം എന്ന സിനിമയായിരിക്കും. ആനന്ദ് ആർഷിയുടെ ആദ്യ സംവിധാന സംരംഭമാണ് ആട്ടം. എന്നാലും നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല. കൈത്തഴക്കമുള്ള ഒരു സംവിധായകനെയും ഇരുത്തം വന്ന ഒരു തിരക്കഥാകൃത്തിനെയും ആട്ടത്തിലൂടെ മലയാളത്തിന് ലഭിച്ചു എന്ന് തന്നെ പറയാം. അരങ്ങ് എന്ന നാടക ട്രൂപ്പും അതിലെ ഒരു നടിയും 11 നടന്മാരും ചേരുന്ന വേഷപ്പകർച്ചയാണ് ഈ സിനിമ. വിനയ് ഫോർട്ടിനെയും കലാഭവൻ ഷാജോണിനെയും സെറിൻ ഷിഹാബിനെയും നന്ദൻ ഉണ്ണിയെയും മാറ്റി നിർത്തിയാൽ വെള്ളിത്തിരയിലെ ചിരപരിചിതമായ മുഖങ്ങളൊന്നുമില്ല ഈ ചിത്രത്തിൽ. മാത്രമല്ല ഒരു കൂട്ടം പുരുഷന്മാരെ ഒന്നിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവരെല്ലാവരും അഭിനയത്തിലല്ലാതെ കാഴ്ചക്കാരെ സംഭ്രമിപ്പിക്കുവാനോ അമ്പരപ്പിക്കുവാനോ ഒന്നും ശ്രമിക്കുന്നില്ല. AG ജോർജിൻ്റെ യവനിക മുതൽ അടുത്ത കാലത്തിറങ്ങിയ റെത്തീനയുടെ പുഴു പോലെയുള്ള സിനിമകൾ ആണ് ഈ ആട്ടത്തിലെയും പ്രമേയം. എന്നാൽ നാടകത്തിനുള്ളിലെ നാടകമാണ് അഭിനേതാക്കളെല്ലാം ആടിത്തിമിർക്കുന്നത്. അരങ്ങ് ട്രൂപ്പിൻ്റെ നാടകം കണ്ട് ആവേശം പൂണ്ട വിദേശ ദമ്പതികൾ അന്ന് രാത്രി ഫോർട്ട് കൊച്ചിയിലെ തങ്ങളുടെ റിസോർട്ടിൽ നാടക സംഘത്തിന് ഒരു വിരുന്നൊരുക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഗതിയുമാണ് സിനിമയുടെ തന്തു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന നടിയെ കൂട്ടത്തിൽ ഒരാൾ കയറി പിടിക്കുന്നതും അതാരാണെന്ന അന്വേഷണവും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകളുമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. അഭിനേതാക്കളായി വേഷമിട്ടവരിൽ പലർക്കും അവരുടെ സ്വന്തം പേരുകൾ തന്നെയാണ് സിനിമയിലെ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് എന്ന ഒരു കൗതുകവും ഈ ആട്ടത്തിലുണ്ട്. സിനിമകളിൽ അത്യാവശ്യം വേഷമുള്ള ഒരു നടൻ നാടക ട്രൂപ്പിനൊപ്പം ചേരുകയും അതുവരെ പ്രധാന വേഷം അഭിനയിച്ചിരുന്ന നടനെ മാറ്റി ആ ഭാഗം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നിടത്ത് തുടങ്ങുന്നുണ്ട് ട്രൂപ്പിൻ്റെ താളപ്പിഴ. സിനിമാ നടനെന്ന ഖ്യാതി അരങ്ങ് നാടക ട്രൂപ്പിന് മുതലെടുക്കാൻ പറ്റുന്നുണ്ട്. വല്ലപ്പോഴും ലഭിച്ചിരുന്ന വേദികൾ ഹരി എന്ന നടൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം 3 ഇരട്ടിയിലേറെയായി മാറി. പത്രത്തിൽ നിന്നും വിരമിച്ച ഒരു എഡിറ്റർ, ഷെഫ്, പ്ലംബർ, ഡ്രൈവർ, പെട്രോൾ പമ്പിലെ തൊഴിലാളി തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നും അഭിനയം ഭ്രാന്തായി മാറിയ ഏതാനും പേരാണ് ഈ അരങ്ങിലുള്ളത്. അവരോടൊപ്പമാണ് ചലച്ചിത്രതാരം ഹരിയും ചേരുന്നത്. നടിയെ ആര് കയറി പിടിച്ചു എന്നതിനേക്കാൾ അതിൻ്റെ ബാലിശതകളിലേക്കാണ് സഹനടന്മാർ മുഴുവൻ ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നത്. മാത്രമല്ല വലിയൊരു തുകയും യൂറോപ്യൻ ട്രിപ്പും ഒത്തുകിട്ടുമെന്ന അവസ്ഥ വരുന്നിടത്ത് അതുവരെ പ്രതിയെന്ന് കരുതിയിരുന്നയാളെ പിന്തുണയ്ക്കുന്നിടത്തേക്ക് ഇവരിൽ ഭൂരിപക്ഷവും മാറുകയും ചെയ്യുന്നു. തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് കരുതുന്ന പുരുഷൻ പോലും നിലപാടുകളിൽ നിന്ന് ഇളകി തുടങ്ങിയെന്ന് ബോധ്യപ്പെടുന്നിടത്തു നിന്നാണ് അവൾ ഉറച്ച കാൽവയ്പുകളോടെ മുന്നോട്ട് കുതിക്കുന്നത്. നടന്മാരെ ഉപയോഗിച്ച് ശക്തമായൊരു സ്ത്രീപക്ഷ സിനിമ പറയുകയാണ് ഈ സംവിധായകൻ. തന്നെ ആരെങ്കിലും കയറി പിടിച്ചു എന്ന് ചിന്തിക്കാനേ ഇഷ്ടപ്പെടാത്ത അവൾ തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ വേദിയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ഒരാളല്ല, മുഖമില്ലാത്ത 1000 പേരാണ് കുറ്റവാളികളെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. കുറെ പുരുഷന്മാരോടൊപ്പം നട്ടെല്ലുള്ള നായികയായി അല്ലെങ്കിൽ 12 പേരിൽ ഒരാളായി വേഷമിട്ട സെറിൻ ഷിഹാബിൻ്റെ അഞ്ജലിക്ക് അഭിനയത്തിൽ ഫുൾ മാർക്ക് തന്നെ കൊടുക്കാം. സിനിമയുടെ അവസാന ഭാഗത്ത് തൻ്റെ നിസ്സഹായതയിൽ നിന്നോ കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ട അവസ്ഥയുടെ ഭാരമില്ലായ്മയിൽ നിന്നോ അവൾ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്.
തന്നിൽ നിന്ന് തന്നെ കുടഞ്ഞെറിഞ്ഞ് യഥാർത്ഥത്തിന് നേരെ നോക്കി കൈകൾ കൊട്ടിച്ചിരിക്കുന്ന ആ ചിരി മതി സെറിൻ ഷിഹാബിനെ അടയാളപ്പെടുത്താൻ. അതുപോലെ നടന്മാരാരും മോശമാക്കിയിട്ടില്ല. വിനയ് ഫോർട്ടും കലാഭവൻ ഷാജോണും മാത്രമല്ല, ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചവർ വരെ വളരെ സത്യസന്ധമായും യാഥാർത്ഥ്യബോധത്തോടെയുമാണ് തങ്ങളുടെ കഥാപാത്രത്തെ സമീപിച്ചത്. ബേസിൽ CJയുടെ സംഗീതവും രംഗനാഥ് രവിയുടെ സൗണ്ട് ഡിസൈനിങ്ങും ആട്ടത്തിലെ എടുത്തു പറയേണ്ട സംഗതികളാണ്. ജോയ് മൂവി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഡോക്ടർ അജിത് ജോയിയാണ് ആട്ടം നിർമ്മിച്ചിരിക്കുന്നത്. ലോസ് ഏഞ്ചൽസ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഗ്രാൻഡ് ജൂറി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കാൻ ആട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അരങ്ങെന്നാണ് നാടക ട്രൂപ്പിൻ്റെ പേര്. അരങ്ങെന്നാൽ വേദി എന്നാണ് അർത്ഥം. വേദിയിൽ മാത്രം അഭിനയിച്ചാൽ മതിയായിരുന്നിട്ടും തങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലും വല്ലാതങ്ങ് അഭിനയിക്കുന്ന ആ 11 പേരും നമ്മൾ കാഴ്ചക്കാർ തന്നെയാണ്. അവസരം അനുകൂലമാണെന്ന് തോന്നിയാൽ വേദിയിൽ മാത്രമല്ല, അഭിപ്രായങ്ങളിലും നിലപാടുകളിലും ആടാൻ തയ്യാറെടുക്കുന്നതാണ് നമ്മൾ.